ഗ്ലാസ് ഒന്നും വലിയ ക്വാളിറ്റി ഇല്ലാന്ന് തോന്നുന്നു. മാങ്ങ വീണൊക്കെ പഞ്ചിൻ്റെ ഗ്ലാസ് പോയെന്നൊക്കെ വെച്ചാൽ കോമഡിയാണ്. അതിൻ്റെ സ്പീഡോമീറ്റർ കാര്യങ്ങളൊന്നും കാണത്തില്ല, ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. പക്ഷേ ഡ്രൈവ് ഇട്ടാൽ വണ്ടി പോവും, ഗിയർ സംഭവം എല്ലാം മാറാൻ പറ്റും. ഇപ്പോഴത്തെ പെട്രോൾ ഡീസൽ വില വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് EV തന്നെ. ഇപ്പോൾ എൻ്റെ ടാറ്റ പഞ്ച് EV ഇപ്പം ഏകദേശം സെക്കൻഡ് സർവീസ് സമയമായിരിക്കുകയാണ്. ഇപ്പം നിലവിൽ 6900 റേഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളത്. 2026 മോഡൽ 25 ഫേസ് വരുന്നുണ്ട്. കാരണം ഞാൻ എടുത്ത ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇനി ഫേസ് ലിഫ്റ്റ് ലോഞ്ച് ചെയ്തു. അപ്പോൾ ആ ഒരു പണി എനിക്ക് കിട്ടി. ഏകദേശം 1540 ഞാൻ എടുത്തപ്പം ഓൺ റോഡ് പ്രൈസ്. പക്ഷേ ഇപ്പോഴത്തെ വണ്ടിക്ക് ഏകദേശം ഒരു 10-70 വില കുറവാണ്. പക്ഷേ കുറച്ച് മാറ്റമുണ്ട്. ഡിസ്കൊന്നുമില്ല, ബാക്ക് ഡിസ്കൊന്നുമില്ല. ഇതിൽ ബാക്ക് ഡിസ്കെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പം സെക്കൻഡ് സർവീസ് ആയി. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ EV വെഹിക്കിളാണ്. ഞാൻ ഇത് എടുക്കാൻ നേരത്തെ ഞാൻ ധാരാളം ആലോചിച്ചാണ് എടുത്തത്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ ഡീസൽ വില കാരണം മാത്രമാണ് EVയിലോട്ട് വന്നത്. കാരണം എനിക്ക് കൂടുതലും ഡീസൽ പെട്രോൾ വണ്ടിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാവിയിൽ വരുന്ന ബാറ്ററിയുടെ കോസ്റ്റും അങ്ങനെ ഭാവിയിൽ ഉണ്ടാകുന്ന ഈ ധാരാളം മെയിൻ്റെനൻസും കാര്യങ്ങളും അതിൻ്റെ എമൗണ്ടൊക്കെ വെച്ചൊരു പേടി എന്തെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പെട്രോൾ ഡീസൽ വില വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് EV തന്നെയാണ്. അതിലും ഞാൻ ആദ്യം സിഡ്രോണിൻ്റെ EV ഒക്കെ നോക്കി, അതിനുശേഷമാണ് ഈ പഞ്ചിലേക്ക് വന്നത്. ഒരു പ്രൈസ് റേഞ്ചൊക്കെ നോക്കിയിട്ട് ടാറ്റ എടുക്കാൻ പോയപ്പം ഏറ്റവും കൂടുതൽ ആൾ പറഞ്ഞതാണ് സർവീസൊക്കെ ഭയങ്കര ഷോക്കാണ്, ഭയങ്കര മോശമാണ്. വണ്ടി എടുക്കാൻ പോകുമ്പോൾ നല്ലപോലെ നിൽക്കുമെങ്കിലും പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കുമെന്നും ധാരാളം പേര് പറഞ്ഞായിരുന്നു. പിന്നെ നെക്സോണൊക്കെ ധാരാളം ഇലക്ട്രിക്കൽ ബഗ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നല്ല ഡൗട്ടായാണ് പോയി ഈ പഞ്ച് എടുത്തത്. പഞ്ച് എടുത്ത് എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം, ഫസ്റ്റ് സർവീസ് ആയതുകൊണ്ട് അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സർവീസിന് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. പിന്നെ വാഷിംഗ് വെറും ശോകമായിരുന്നു, അതിന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ സെക്കൻഡ് സർവീസ് വരെ എത്താറായ സമയത്ത് എൻ്റെ അനുഭവം വെച്ച് വണ്ടി കിടിലമാണ്, വലിയ പ്രശ്നമൊന്നും പറയത്തക്കയില്ല. 1-2 നെഗറ്റീവ് ആകെ തോന്നില്ല. ആകെ ഒരു പ്രശ്നം വെച്ചാൽ ബോഡി ക്വാളിറ്റിയിൽ ടാറ്റ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, പക്ക സാധനമാണ്. പക്ഷേ ഇതിൻ്റെ പ്ലാസ്റ്റിക് വരുന്ന പീസ്, ഡോറിൻ്റെ സൈഡിലുള്ള പീസൊക്കെ വെറും ശോകമാണ്. കാരണം ഇടയ്ക്ക് എനിക്കൊണ്ട് ഡോറിൻ്റെ താഴത്തെ പീസൊക്കെ ഇടയ്ക്ക് ഇളകി കയ്യിലൊക്കെ വന്നു, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് വെറും ശോകമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ക്വാളിറ്റി ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം ഒരു മാങ്ങ വീണപ്പം വന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. അത് വണ്ടിയുടെ നമ്പർ കിട്ടുന്ന മുമ്പ് തന്നെ വണ്ടിയിൽ ഒരു മാങ്ങ വന്ന് വീണ് ആദ്യം ഇവിടെ ഒരു പൊട്ടലുണ്ടായി, നേരെ ആ പൊട്ടൽ ഇത്രയും വലിപ്പമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ട് തന്നെ ഗ്ലാസ് ഒന്നും വലിയ ക്വാളിറ്റി ഇല്ലാന്ന് തോന്നുന്നു. മാങ്ങ വീണൊക്കെ പഞ്ചിൻ്റെ ഗ്ലാസ് പോയെന്നൊക്കെ വെച്ചാൽ കോമഡിയാണ്. അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണേ. അപ്പം അതിനാണ് മെയിൻ കേസ്. പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു പണിയെന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ നമ്മൾ വണ്ടി ഓഫാക്കിയിട്ട് ഓണാക്കുമ്പോൾ ഇതിൻ്റെ ടച്ച് സ്ക്രീനും ഒന്നും ഓണായി വരത്തില്ല. ടച്ച് സ്ക്രീനെല്ലാം ബ്ലാങ്കായി നിൽക്കും. പിന്നെ ഇതിൻ്റെ സ്പീഡോമീറ്റർ കാര്യങ്ങളൊന്നും കാണത്തില്ല, ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. പക്ഷേ ഡ്രൈവ് ഇട്ടാൽ വണ്ടി പോവും, ഗിയർ സംഭവം എല്ലാം മാറാൻ പറ്റും. പക്ഷേ ഒന്നും ഓണായി വരത്തില്ല. പിന്നെ കുറേ കഴിഞ്ഞ് വണ്ടി ഓഫായിട്ട് ഓണാക്കുമ്പോഴായിരിക്കും വീണ്ടും പതുക്കെ എഴഞ്ഞൊക്കെ കയറി വരുന്ന ഈ സാധനം. അപ്പോൾ ആ ഒരു സംഭവം മാത്രമേ ഇതിനിടയ്ക്ക് എനിക്ക് തോന്നി. അത് ഇലക്ട്രിക്കൽ ബഗ്സ് എന്ന് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സംഭവം നെഗറ്റീവ്. അങ്ങനെ ഈ ഒരു 3 കാര്യവും നെഗറ്റീവായിട്ട് തോന്നി. ഒന്ന്, ഇതിൻ്റെ പ്ലാസ്റ്റിക് പീസിൻ്റെയൊക്കെ ക്വാളിറ്റി ഇല്ലായ്മ. 2, ഈ ഗ്ലാസ് മാങ്ങ വീണാൽ പൊട്ടുന്ന ഒരു സാധനം വിശ്വസിക്കാൻ പറ്റാത്ത സാധനമാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ വെച്ചാൽ മാങ്ങ വീണത്, അതുകൊണ്ട് തന്നെ അതൊരു ക്വാളിറ്റി കുറവാണെന്ന് തോന്നുന്നു. 3ാമത്തെ കേസ് ഈ വന്നൊരു സംഭവം മാത്രം, ടച്ച് സ്ക്രീനൊക്കെ ഓണായി വരാനുള്ള താമസം. അത് എപ്പോഴൊന്നുമില്ല, ചില സമയങ്ങളിൽ ഓണായി വരത്തില്ല, അങ്ങനെ ബ്ലാങ്ക് ആയി നിൽക്കുക. അത് 1-2 പ്രാവശ്യം, ഏകദേശം ഒരു 4 പ്രാവശ്യമൊക്കെ സംഭവിച്ചു. ഇത് മാത്രമേ നെഗറ്റീവായിട്ട് പറയുള്ളൂ. പോസിറ്റീവാണ് പിന്നെ മെയിൻ കേസ്, ഒരു കാര്യം പറയാൻ വിട്ട കേസ്, ഷോറൂമിൽ നിന്ന് പറഞ്ഞിരുന്നത് ഏകദേശം 420 റേഞ്ച് കിട്ടുന്ന പറഞ്ഞത്. ഇത് എംപവേർഡ് ഫുൾ ഓപ്ഷനാണ്. പക്ഷേ എനിക്ക് കിട്ടുന്ന ആകെ സിറ്റി മോഡലൊക്കെ നമ്മൾ ഇട്ടാൽ ഏകദേശം AC ഓണാക്കി 285-290, AC ഓഫാക്കി 330 വരും. അപ്പം എനിക്ക് തോന്നുന്നത് സെയിൽ നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞായിരിക്കാം. ബാറ്ററി 35 കിലോ വാട്ടാണ് വരുന്നത്. ഇപ്പോഴത്തെ വണ്ടിയിൽ 40 കിലോ വാട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു കള്ളം പറഞ്ഞെന്ന് തോന്നിയത്. ബാക്കിയൊക്കെ വണ്ടി എല്ലാം കൊണ്ട് ഓക്കെയാണ്. പിന്നെ പോസിറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് കംഫർട്ട് എടുത്ത് പറയേണ്ട സാധനമാണ്. അടിപൊളി വണ്ടി ഓടിക്കാനൊക്കെ. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും ബിൽഡ് ക്വാളിറ്റിയൊക്കെ നമ്മൾ ടാറ്റയുടെ എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ ഇതുവരെയുള്ള യൂസേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്രോൾ വണ്ടിയൊക്കെ ഓടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫിഷ്യൻസി ഈ വണ്ടിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇപ്പോൾ നിലവിൽ 7500 കിലോമീറ്റർ ആകുമ്പോഴാണ് സർവീസ് സെക്കൻഡ് വരുന്നത്. ഇപ്പോൾ ഏകദേശം 6900 കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ളതിൻ്റെ യൂസ് വെച്ച് എനിക്ക് തോന്നി നെഗറ്റീവും പോസിറ്റീവും ഇതാണ്. ഇനി അങ്ങോട്ട് ഭാവിയിൽ തേർഡ് സർവീസായി കഴിയാൻ പറയും. എൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും എങ്ങനെയാണ്. ഇപ്പം പിന്നെ നിലവിൽ ബാറ്ററിക്കൊക്കെ വാറൻറ്റിയൊക്കെ ഉള്ളത് വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇഷ്ടംപോലെ ടാറ്റ പഞ്ച് ഇറങ്ങുന്നുണ്ട്. നമുക്ക് നെക്സോണിലൊക്കെ ഉള്ള പോലത്തെ വലിയ ഇഷ്യൂസ് ഒന്നും എന്തായാലും ഇതിൽ കംപ്ലൈൻറ്റ് ചെയ്ത് രജിസ്റ്റർ ആവുന്നുമില്ല. പിന്നെ മെയിനായിട്ട് ഞാൻ ഏകദേശം 8% ചാർജ് വരെയൊക്കെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് വണ്ടി അങ്ങനെ ഓഫായി പോകലോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഈ വരുന്ന പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടി ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളും ഈ ടാറ്റ പഞ്ച് EV ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ തന്നെ EV വെഹിക്കിൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വണ്ടികൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡോ ഡ്രൈവിൻ്റെ മെത്തേഡൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇതുവരെയുള്ള സെക്കൻഡ് സർവീസ് വരെ എത്തി നിൽക്കുന്ന എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്.